വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചവരാണ്. ജയിച്ചു കഴിഞ്ഞപ്പോൾ MP സ്ഥാനം അലങ്കാരം മാത്രമാക്കി. കേരളത്തിനോട് കാണിക്കുന്ന പിശുക്കോ തറ ലെവൽ. പറഞ്ഞു വരുന്നത് കേരളത്തിലെ UDF MPമാരെ കുറിച്ചാണ്. വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചിട്ടും കേരളത്തിന് വേണ്ടി ചില്ലിക്കാശിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പോലും ഈ UDF MPമാർ മുതിർന്നിട്ടില്ല. MPമാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. 19 ലോക്സഭാ MPമാരിൽ K രാധാകൃഷ്ണൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം UDF MPമാരാണ്. പാർലമെന്റിൽ പോകാനും വരാനും ചെലവിട്ട പണം പോലും ഇവർ കേരളത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. നിർണായകമായ 1.5 വർഷത്തിനിടെ മലപ്പുറം MP ET മുഹമ്മദ് ബഷീർ, കോൺഗ്രസിന്റെ MK രാഘവൻ എന്നിവർ ചില്ലിക്കാശ് പോലും ചെലവിട്ടിട്ടില്ല. 11.48 കോടി രൂപ EDക്കും 9.80 കോടി MK രാഘവനും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും MP ഫണ്ടിൽ നിന്ന് ചെലവിട്ട രൂപ 0 ആണ്. ജില്ലാ കളക്ടർമാർ മുഖേനയാണ് MPമാർ പദ്ധതികൾ സമർപ്പിക്കുന്നത്. കൃത്യമായ പദ്ധതി രേഖകളില്ലെങ്കിൽ ഇവയെല്ലാം തള്ളിപ്പോവുകയും ചെയ്യും. 12 കോടിക്ക് മുകളിൽ അലോക്കേഷനുള്ള പൊന്നാനി MP അബ്ദുസമ്മദ് സമദാനി ഇതുവരെ ചെലവിട്ടത് ആകെ അനുവദിച്ചതിന്റെ 0.33% മാത്രമാണ്. അതായത് ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും. വടകരയിൽ വമ്പിച്ച വിജയം നേടിയിട്ടും ഷാഫി പറമ്പിൽ MP ഇതുവരെ 4% പദ്ധതി വിഹിതമാണ് ചെലവിട്ടത്. 9 കോടിക്ക് മുകളിൽ അലോക്കേഷൻ ഉണ്ടായിരുന്നിട്ടും 39 ലക്ഷത്തിന്റെ പദ്ധതികൾ മാത്രമാണ് സമർപ്പിച്ചത്. റോഡ് നിർമ്മാണം, ആംബുലൻസ് വാങ്ങൽ, ഹൈമാസ് ലൈറ്റ് നിർമ്മാണം, അങ്കണവാടി കെട്ടിട നിർമ്മാണം, ഫുട്പാത്ത് നിർമ്മാണം എന്നിങ്ങനെ 212 പ്രൊജക്ടുകൾ ഉണ്ടെങ്കിലും പദ്ധതി രേഖകളുടെ ഒന്നും വിവരങ്ങളെയില്ല. ഇതിലൊന്നു പോലും പൂർത്തിയാക്കിയിട്ടുമില്ല. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് 4.21% ചെലവിട്ടത്. 3 പദ്ധതി മാത്രമാണ് അദ്ദേഹം പൂർത്തിയാക്കിയത്. തൃശൂരിൽ നിന്ന് വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായിട്ടും ചെലവിട്ടത് 58.51 ലക്ഷം രൂപയാണ്. 9.80 കോടി രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഫണ്ട് അലോക്കേഷൻ. 6% ഫണ്ട് യൂട്ടിലൈസേഷൻ. 7 പ്രൊജക്ടുകളാണ് പൂർത്തിയാക്കിയത്. ഇതിലൊന്ന് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന് കമ്പ്യൂട്ടർ നൽകിയതും മറ്റ്6 റോഡുകളുടെ ഇന്റർലോക്കിങ്ങിന് പണം അനുവദിച്ചതും. ശശി തരൂർ 13 പ്രൊജക്ടുകൾ പൂർത്തിയാക്കി. അദ്ദേഹം ആകെ ഫണ്ട് അലോക്കേഷന്റെ 13.28% ചെലവിട്ടിട്ടുണ്ട്. വയനാട് MP പ്രിയങ്കയ്ക്ക് 7.35 കോടിയാണ് അലോക്കേഷൻ എങ്കിൽ ആകെ ചെലവിട്ടത് 13.37%. 98 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതി ആരംഭിച്ചെങ്കിലും ഒന്നുപോലും അതിൽ പൂർത്തിയാക്കിയിട്ടില്ല. K രാധാകൃഷ്ണൻ MP 11.8% ചെലവിട്ടത്. 6 പ്രൊജക്ടുകൾ പൂർത്തിയാക്കി. KC വേണുഗോപാൽ 12.75%, അടൂർ പ്രകാശ് 14.25% ചെലവിട്ടു. NK പ്രേമചന്ദ്രൻ 21.42% ചെലവാക്കിയത്. രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസ് ആണ് കേരളത്തിൽ നിന്നുള്ളവരിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ സമർപ്പിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത്. 27 പ്രൊജക്ടുകൾ ബ്രിട്ടാസ് പൂർത്തിയാക്കി. ജനങ്ങൾ നൽകിയ ജനാധിപത്യ ഉത്തരവാദിത്തം UDF MPമാർ നിർവഹിച്ചിട്ടില്ല എന്ന് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമാണ്. വേദികളിലെ തീപ്പൊരി പ്രസംഗങ്ങളും സോഷ്യൽ മീഡിയയിലെ ഷോയും കൊണ്ട് വികസനമുണ്ടാകില്ല. മണ്ഡലങ്ങൾക്ക് അനുവദിച്ച കോടികൾ പൂഴ്ത്തിവെച്ചിട്ട് വികസനം എവിടെയെന്ന് പതിവ് പല്ലവിയാക്കുന്ന നിങ്ങളെ ഇനിയും ജനങ്ങൾ വിശ്വസിക്കണം. ജനവിധി ഒരിക്കൽ അനുകൂലമായെന്ന് കരുതി എന്നും അങ്ങനെ ആവണമെന്നുമില്ല. ജനവിധി നിലനിർത്താൻ പ്രവർത്തനം വേണം, ഫലം വേണം, വികസനം വേണം. അക്കൗണ്ടുകളിൽ കിടക്കുന്ന ഫണ്ടുകളും പൂർത്തിയാകാത്ത പദ്ധതികളും UDF MPമാരുടെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഏറ്റവും വലിയ തെളിവുകളായി മാറുകയാണ്. ബാക്കി കണ്ടു തന്നെ അറിയാം.